നമസ്കാരം പ്രിയപ്പെട്ടവരെ. നമസ്കാരം. ഞാൻ രാജീവ് പുതനൂർ. ഇത് രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് ആഗ്രഹിച്ചതല്ല. സത്യത്തിൽ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലായിക്കൊണ്ടിരിക്കുന്ന ഒരു വിഷയം ഉണ്ടായപ്പോൾ അതിനെതിരെ രണ്ടു വാക്ക് സംസാരിക്കണമെന്ന് വിചാരിച്ചു, അത്രമാത്രം. ഒരു സെലിബ്രിറ്റി, ഒരു പ്രശസ്ത യൂട്യൂബർ, അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ ഒരു ദുരാവസ്ഥ സംഭവിച്ചതായി സോഷ്യൽ മീഡിയയിലൂടെ അറിയാൻ സാധിച്ചു. ആ ഒരു അവസ്ഥ ആ വ്യക്തിക്കുണ്ടാക്കിയ ഒരാഘാതം എത്രത്തോളമാണെന്ന് ചിന്തിക്കാതെ സോഷ്യൽ മീഡിയ അദ്ദേഹത്തെ 10 പേർ അറിയുന്നൊരു വ്യക്തിയാണ്. അദ്ദേഹത്തെ വീണ്ടും അപമാനിതനാക്കുന്ന തരത്തിൽ ധാരാളം ആൾക്കാർ വീഡിയോ പടച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ്. മോശമായ തരത്തിൽ ചെയ്യുന്നവരുണ്ട്, എന്നാൽ നല്ല രീതിയിൽ ചെയ്യുന്നവരുമുണ്ട്. പക്ഷെ മോശമായ തരത്തിലാണെങ്കിലും ചെയ്യുന്ന ആൾക്കാർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, ഒരു മനുഷ്യൻ്റെ ജീവിതത്തിൽ എന്തും അടുത്ത നിമിഷം സംഭവിക്കാം. അപ്പോൾ നിങ്ങളുടെ ജീവിതത്തിലും സംഭവിക്കാം എന്തും. അപ്പോൾ അങ്ങനെയൊക്കെയുള്ള സാഹചര്യത്തിൽ നിങ്ങൾ 10 പേർ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാണെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്നൊരു മാനസികാവസ്ഥ, 10 പേർ അറിയപ്പെടാത്ത ഒരാളാണെങ്കിലും മാനസികാവസ്ഥ ഒരുപോലെയാണ്. 10 പേർ അറിയപ്പെടുന്ന ഒരാളാണെങ്കിൽ കുറേ കൂടെ അഭിമാനം വലിയൊരു ഘടകമാണ്. അപ്പം അങ്ങനെയുള്ള ആൾക്കാരുടെ ഒരു മാനസികാവസ്ഥ അല്ലെങ്കിൽ ആ ഒരു തലവും കൂടെ ചിന്തിച്ച് വേണം നമ്മൾ ഓരോ കാര്യങ്ങൾ ചെയ്യാനായിട്ട്. അദ്ദേഹം ഇപ്പം ആ അവസ്ഥ ഞാൻ സത്യമാണോ കള്ളമാണോ എന്നറിയില്ല. ആ വാർത്ത ഞാൻ അറിയുന്നത് സോഷ്യൽ മീഡിയയിലൂടെയാണ് അറിയുന്നത്. ആ വാർത്ത സത്യമാണെങ്കിൽ അറിയുന്നത് അദ്ദേഹത്തിൻ്റെ ഭാര്യ മറ്റൊരാളോടൊപ്പം ഇറങ്ങിപ്പോയി എന്നുള്ളൊരു വാർത്തയാണ് അറിയാൻ സാധിച്ചത്. അത് ശരിയാണെങ്കിൽ അദ്ദേഹത്തിനുണ്ടാകുന്നൊരു മാനസിക ബുദ്ധിമുട്ട്, മാനസിക പിരിമുറുക്കം, ഇതൊക്കെ സാമാന്യ ബുദ്ധിയിൽ ചിന്തിക്കാവുന്നതേ ഉള്ളൂ. അപ്പം ഈ ഒരു വാർത്ത കൂടുതൽ പ്രചരിച്ചു കൊണ്ടിരിക്കുമ്പോൾ ആ ഒരു വ്യക്തിക്കുണ്ടാക്കുന്ന ഒരു അഭിമാനത്തിൻ്റെ വിഷയങ്ങളും, ഒരു വശത്ത് പുള്ളിയുടെ ഭാര്യ എന്നുള്ള പുള്ളിയുടെ സങ്കല്പത്തിലുള്ള ആ വ്യക്തിയോടുള്ള ഒരു സ്നേഹവും ഒക്കെ നഷ്ടപ്പെടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടാകുന്ന ഒരു മാനസിക നൊമ്പരം, ശാരീരികമായിട്ടും മാനസികമായിട്ടും ഉണ്ടാക്കുന്ന ഒരു ബുദ്ധിമുട്ട്, ഇതൊക്കെ അനുഭവിക്കുന്ന വ്യക്തികൾക്ക് അത് കൃത്യമായിട്ട് അതിൻ്റെ അളവ് എത്രത്തോളം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അല്ലാത്ത വ്യക്തികൾക്ക് ഇതൊരു വാർത്തയായിരിക്കാം, അല്ലെങ്കിൽ ഒരു കണ്ടൻ്റ് ആയിരിക്കാം. പക്ഷേ അത് തെറ്റാണ്. നമ്മൾ സോഷ്യൽ മീഡിയ നമ്മളെപ്പോഴും ഒരു വ്യക്തിയെ ഓരോ വ്യക്തിയുടെ സാഹചര്യങ്ങളും കണ്ടറിഞ്ഞ് ഒരാളെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്, അല്ലാതെ പൊങ്കാലയിടുകയല്ല വേണ്ടത്. കാര്യം അദ്ദേഹത്തിൻ്റെ ഒരു മാനസിക തലം നമ്മൾ മനസ്സിലാക്കണം. ഒരു സെലിബ്രിറ്റിയാണ് അദ്ദേഹം ഇപ്പോൾ ഒരു സിനിമാ നടൻ മാത്രമല്ലല്ലോ സെലിബ്രിറ്റി ആയിട്ടുള്ളത്. ഇപ്പം അദ്ദേഹം പ്രശസ്തമായിട്ടുള്ള യൂട്യൂബറാണ്. അദ്ദേഹത്തിൻ്റെ അതിമനോഹരമായിട്ട് വീഡിയോ ചെയ്യുന്നൊരു വ്യക്തിയാണ്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ധാരാളം വർക്കുകൾ, അദ്ദേഹത്തിന് ഒത്തിരി സബ്സ്ക്രൈബേഴ്സും ഫോളോവേഴ്സും ഒക്കെ ഉള്ളതാണ്. അപ്പോൾ അങ്ങനെയുള്ള ഒരാളുടെ പറ്റിയാണ് നമ്മളൊരു കാര്യം ചെയ്യുന്നുള്ള ബോധം നമുക്ക് വേണം. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഈ ഒരു മാനസിക സംഘർഷം മനസ്സിലാക്കി വേണം വീഡിയോ പടച്ചുവിടാനായിട്ട്. ദയവായിട്ട് വാർത്ത ശരിയായാലും തെറ്റായാലും അദ്ദേഹത്തിനോടൊപ്പം കൂടെ നിൽക്കുകയും അദ്ദേഹത്തിനെ അവഹേളിപ്പെടുത്തുന്ന തരത്തിലുള്ള അല്ലെങ്കിൽ അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഈ ഒരു വാർത്ത കൂടുതൽ പ്രചരിപ്പിക്കാതിരിക്കുകയും ചെയ്യുകയാണ് വേണ്ടത്. പ്രിയപ്പെട്ടവരെ, ഇതൊരു അപേക്ഷയാണ്. അപ്പം ഇത്രമാത്രം പറയാൻ വേണ്ടി വിചാരിച്ചു. കാര്യം എല്ലാ വ്യക്തികൾക്കും അഭിമാനവും അന്തസ്സും ഒക്കെ എല്ലാവർക്കും ഒരുപോലെ. അതിൻ്റെ പണവും കാര്യങ്ങളും ഒന്നും ഒരു ഘടകമല്ല. പ്രത്യേകിച്ച് അദ്ദേഹം 10 പേർ അറിയപ്പെടുന്ന ഒരാൾ കൂടിയാകുമ്പം ഉണ്ടാകുന്നൊരു ബുദ്ധിമുട്ട് വളരെ വലുതാണ്. അപ്പം അതുകൊണ്ട് തീർച്ചയായും നമ്മൾ അദ്ദേഹത്തെ ചേർത്ത് നിർത്തുകയാണ് വേണ്ടത്. ഒരിക്കലും അദ്ദേഹത്തിനെ ഈ ഒരു അവസ്ഥയിൽ അദ്ദേഹത്തിൻ്റെ ന്യൂസ് പ്രചരിപ്പിച്ച് അദ്ദേഹത്തെ കുറേ കൂടെ മാനസികമായിട്ടും ശാരീരികമായിട്ടും ബുദ്ധിമുട്ടിക്കുകയും സങ്കടപ്പെടുത്തുകയും ചെയ്യുന്ന കാര്യങ്ങളല്ല സോഷ്യൽ മീഡിയ ചെയ്യേണ്ടത്. ഞാനും നിങ്ങളുമൊക്കെ സോഷ്യൽ മീഡിയയിൽ ഏതെങ്കിലുമൊക്കെ കോണിലിരുന്നു കൊണ്ട് എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കുന്ന ആൾക്കാരാണ്. അപ്പം അതുകൊണ്ട് ദയവായിട്ട് എല്ലാ ആൾക്കാരോടും ഒരു അപേക്ഷയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീണ്ടും അടുത്തൊരു കാര്യങ്ങളുമായിട്ട് കണ്ടുമുട്ടാം. പക്ഷേ ഇത് ഞാനൊരു കണ്ടൻറ്റ് നിലയിൽ ചെയ്തതല്ല. സത്യത്തിൽ ഒരു വ്യക്തിയുടെ മാനസികാവസ്ഥ അത് മനസ്സിലാക്കിയാണ് ഞാൻ ചെയ്തത്, 2 വാക്ക് പറഞ്ഞത്. ഓക്കെ പ്രിയപ്പെട്ടവരെ, അപ്പം നിങ്ങൾക്ക് ഇത് കുറച്ച് പേരെങ്കിലും ഇതൊക്കെ എൻ്റെ ഉൾക്കൊള്ളുമെന്ന് വിചാരിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.